ഇന്ന് പച്ചമാങ്ങയും മുരിങ്ങക്കായും കൊണ്ടാട്ടമുളകും കൂടെ തേങ്ങ അരച്ച് ചേർത്തിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. മൂവാണ്ട് മാങ്ങ ആയതുകൊണ്ട് നന്നായി ഉടയും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഞാനൊരു 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ചെറുതായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്ത് ഒരു കഷ്ണം തക്കാളി ഇട്ട് കൊടുത്തിട്ട് 5-6 കൊണ്ടാട്ടമുളക് ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം എരിവും ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ഇതിനൊക്കെ ഒരു വേവ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ മാത്രം അരച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് എല്ലാം വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പതഞ്ഞ് വരട്ടെ. പതഞ്ഞ് വന്നാൽ പിന്നെ തിളപ്പിക്കരുത് കേട്ടോ. ഇതാ ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കിയെടുത്തിട്ട് പതഞ്ഞ് കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തൂമിച്ചൊഴിക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ആ ഒരു മുരിങ്ങക്കായുടെ ആ രുചിയും മാങ്ങയുടെ പുളിയും ഒക്കെ കൂടെ ചേരുമ്പോൾ പിന്നെ കൊണ്ടാട്ടമുളക് ചോറിനോടൊപ്പം ഈ കറിയിൽ അങ്ങനെ തിരുമ്മി കഴിക്കാനും വളരെ ടേസ്റ്റാണ്. മറക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഒന്ന് തൂമിച്ചൊഴിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള കടുകിട്ട് പച്ചമുളക് ഇട്ട് വേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം. അടിപൊളി ടേസ്റ്റോടുള്ള കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ഇത് റിസ്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.